നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഉദ്യോഗബേരി സൗജന്യ മത്സര പരീക്ഷാ പരിശീലനത്തിന് തുടക്കം. കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര വിപണിക്ക് തുടക്കം. കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. MGM മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം 26-ന് ചൊവ്വാഴ്ച താനൂർ TVS ഹാളിൽ നടക്കും. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവം ഡിസംബർ 27, 28, 29 തീയതികളിൽ നടക്കും. വിശദമായ വാർത്തകൾ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഉദ്യോഗബേരി സൗജന്യ മത്സര പരീക്ഷാ പരിശീലനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി അഭ്യസ്തവിദ്യരായ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് നടപ്പ് സാമ്പത്തിക വർഷവും കഴിഞ്ഞ വർഷങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി യുവതീ യുവാക്കൾക്കായുള്ള 60 ദിവസത്തെ സൗജന്യ മത്സര പരീക്ഷാ പരിശീലനം നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA കരീം സ്വാഗതം പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെറീന ഹസീബ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീബ അസീസ്, മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ 10ാം തരം തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം നേടിയ കരുളായി, പൂക്കോട്ടൂർ, താഴേക്കാട് എന്നീ പഠന കേന്ദ്രങ്ങളെയും ആദരിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര സഹകരണ വിപണിയുടെ ഉദ്ഘാടനം P. ഉബൈദുള്ള MLA നിർവഹിച്ചു. മലപ്പുറം പ്രസ് ക്ലബ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ സോഫിയ മെഹറിൻ അധ്യക്ഷത വഹിച്ചു. 13 നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നു. ഈ തരത്തിലുള്ള ഉത്സവവേളകളിൽ പലപ്പോഴും പെരുന്നാൾ, ഓണം, വിഷു, ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന ആഘോഷവേളകളിൽ പൊതുമാർക്കറ്റിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കാറുണ്ട്. ആ കൃത്രിമമായ വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ പൊതുമാർക്കറ്റിൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ആഘോഷവേളകളിൽ സ്പെഷ്യൽ വിപണികൾ ആരംഭിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന വിപണിയിൽ 13 അവശ്യ സാധനങ്ങൾക്ക് പുറമെ കേക്ക്, കടുക്, നോട്ട് പുസ്തകങ്ങൾ, മൈദ തുടങ്ങി മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ MRP നിരക്കിലും താഴ്ന്ന വിലയിലും ലഭിക്കും. ഈ മാസം 30 വരെയാണ് വിപണി. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷബീർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ AP സുമേഷ്, ശുഭ എന്നിവർ സംസാരിച്ചു. കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ മുഹമ്മദ് ജുമാൻ സ്വാഗതവും ഓപ്പറേഷൻ മാനേജർ ഫൈസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, മലപ്പുറം. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന K. കരുണാകരന്റെ 13ാം ചരമവാർഷിക ദിനം ആശ്രയം കെയർ ഹോമിൽ അനുശോചനം നടത്തി DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. K. കരുണാകരന്റെ 13ാം ചരമവാർഷിക ദിനം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിന്റെ വികസനത്തിന് ഏറെ നേതൃത്വം കൊടുത്ത ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ K. കരുണാകരൻ. ഒരു സാധാരണ ട്രേഡ് യൂണിയൻ തൊഴിലാളി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് കേരളത്തെ നൌഷാദ് പരന്നേക്കാട്, യാസർ പയ്യോളി, ഷർഫുദ്ദീൻ കണ്ടാത്തിയിൽ, കോയ മാസ്റ്റർ, ബാബു കിഴക്കാത്ത്, നാസർ പൊറൂർ, ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ.
KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രസിഡന്റ് NT വാസുവിന്റെ നേതൃത്വത്തിൽ പരിയാപുരത്ത് പന്തം കൊളുത്തി പ്രകടനം നടന്നു. പ്രകടനത്തിൽ കൃപാധനൻ, KK ഇസ്മായിൽ, ഷിജു നായർ വീട്ടിൽ, P മുകുന്ദൻ, M ചന്ദ്രൻ, MP ബഷീർ, ബാലൻ പരിയാപുരം, ബൈജു വെമ്മണ്ണ, കുന്താണിദാസൻ, മൊയ്തു പരിയാപുരം, വേലായുധൻ പുളിഞ്ചോട്, കുഞ്ഞുട്ടി മുറിവഴിക്കൽ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. MGM മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം 26-ന് ചൊവ്വാഴ്ച താനൂർ TVS ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KNM മർക്കസുദവ സംസ്ഥാന സെക്രട്ടറി NM അബ്ദുൽ ജലീൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. MGM സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിഷ ടീച്ചർ, KNM ജില്ലാ സെക്രട്ടറി T ആബിദ് മദനി, മോഹ്സിന പത്തനാപുരം, കില ട്രെയിനർ നസ്ല ബഷീർ, അബ്ദുൽ സമദ്, അബ്ദുൽ കലാം ഒറ്റത്താണി എന്നിവർ പ്രസംഗിക്കും. അടുത്ത ചൊവ്വാഴ്ച 26-ാം തീയതി താനൂർ TVS ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വെസ്റ്റ് ജില്ല MGMന്റെ ജില്ലാ സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജില്ലാ സമ്മേളനം വിളിച്ചു കൂട്ടാൻ പ്രധാന കാരണം ഞങ്ങൾക്ക് ജനുവരി 25 മുതൽ 28 വരെ കരിപ്പൂരിൽ വെച്ചിട്ട് 10ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടത്തുന്നുണ്ട്. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന ടൈറ്റിലാണ് പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. അപ്പോൾ ആ വിഷയത്തിലും അതുപോലെ മറ്റു പല വിഷയങ്ങളും കൂട്ടിച്ചേർത്ത്, അതായത് സമൂഹത്തിൽ മാനവികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജില്ലാ സമ്മേളനത്തിൽ 500-ലേറെ പ്രതിനിധികൾ പങ്കെടുക്കും. കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം MGM ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് സൗഹൃദമുറ്റങ്ങൾ, ഖുറാൻ മനപ്പാഠ പാരായണ മത്സരങ്ങൾ, കുടുംബസംഗമങ്ങൾ, സ്ക്വാഡ് പ്രവർത്തനങ്ങൾ, ലഘുരേഖ വിതരണം എന്നീ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ജില്ലാ വനിതാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളനം വൈകുന്നേരം 5 മണിക്ക് സമാപിക്കും. പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് CM അസ്മ ടീച്ചർ താനൂർ, ജില്ലാ സെക്രട്ടറി ജസീറ ടീച്ചർ രണ്ടത്താണി, ഭാരവാഹികളായ P റസിയാബി ടീച്ചർ തിരൂരങ്ങാടി, ഹസനത്ത് പരപ്പനങ്ങാടി, റഹ്മത്ത് നിറമരുദൂർ എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവം ഡിസംബർ 27, 28, 29 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് വൈകിട്ട് ദീപാരാധന, മണ്ഡലവിളക്ക്, മേളം, ദേശവിളക്ക് എന്നിവയും കാഥികൻ ബാലരാമപുരം ബാബു വാൽമീകി രാമായണം അവതരിപ്പിക്കും. 28-ന് വൈകിട്ട് 8:30-ന് പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഭക്തിഗാനമേള അവതരിപ്പിക്കും. 29-ന് വൈകിട്ട് 6:30 മുതൽ 17ഓളം കൊടിക്കൂറ വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. 27, 28, 29 തീയതികളിലാണ് നമ്മുടെ കലങ്കരി ഉത്സവം നടക്കുന്നത്. 27-ാം തീയതി ഗണപതി ഹോമം രാവിലെ 6:30-ന് പാലുംപൊടി പൂജയോടുകൂടി ക്ഷേത്രം നട തുറക്കും. രാവിലെ പ്രസാദ ഊട്ട് നടക്കുന്നതാണ്. കൂടാതെ രാവിലെ ആ സമയത്ത് തന്നെ ഡിസംബർ 27-ാം തീയതി ഉത്സവാഘോഷ പരിപാടി ഉദ്ഘാടനം വൈകിട്ട് നടക്കുന്നതാണ്. അന്ന് ക്ഷേത്രത്തിൽ തെക്കുഭാഗത്തുള്ള വേദിയിലാണ് പരിപാടി നടക്കുന്നത്. ശ്രീരാമ നീ ഒരിക്കൽ കൂടി എന്ന കഥാപ്രസംഗമാണ് ക്ഷേത്രത്തിൻ്റെ തെക്കേ വേദിയിൽ നടക്കുന്നത്. കാഥികൻ ബാലരാമപുരം ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ജനറൽ സെക്രട്ടറി ഉണ്ണി ആട്ടിരിക്കൽ, CK സുന്ദരൻ, OK രവിമേനോൻ, തൈക്കണ്ടി അശോകൻ, PV ജ്യോതി പ്രകാശ്, കള്ളക്കോട്ടിൽ സുന്ദരൻ എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.